Morning. Yes. Okay. നമുക്കെന്നാ സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ഡേ വരെ നിങ്ങൾ ഇത് ചെയ്തത് മെയിൻ കമ്പനി കോഡ് അങ്ങനെയുള്ള SAPയുടെ സെറ്റിംഗ് കോൺഫിഗറേഷൻസ് ആയിരുന്നു. ഇനി ഇതില് 5th സ്റ്റെപ്പ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിഫൈൻ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് OB13. അതില് ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്നും ഓപ്പറേറ്റീവ് ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത്രയും വ്യക്തിയായിട്ട്. ഓക്കെ, ഈ രാജലക്ഷ്മി അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എത്താം. ഡിഫൈൻ ചാർട്ട് ഓഫ് അക്കൗണ്ട് കഴിഞ്ഞിട്ട് ഈ അസൈൻമെന്റ് എഴുതിയിട്ടുണ്ടായിരുന്നോ? അസൈൻമെന്റ് സ്റ്റെപ്പ് കുറച്ച് പേര് എഴുതിയെന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. അതായത് ഈ അസൈൻമെന്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് കമ്പനിയുടെ ഓപ്പറേറ്റീവ് ചാർട്ട് ഓഫ് അക്കൗണ്ടിനെ കമ്പനി കോഡായിട്ട് ലിങ്ക് ചെയ്യുന്ന സ്റ്റെപ്പ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് അയച്ച സ്ക്രീൻഷോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾ OBD4 വരെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, OBD4 വരെ ചെയ്തിട്ടുണ്ട്. OBD4 എന്ന് പറയുന്നത് അക്കൗണ്ട് ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ അസൈൻ കമ്പനി കോഡ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നലെ അയച്ച PDF ഉണ്ടായിരുന്നു, അപ്പൊ അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കമ്പനിയിൽ ഈ പറഞ്ഞ ഫോർമാറ്റിൽ ഒരു അക്കൗണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി, അതും കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. അസറ്റുകൾ ഇന്ന നമ്പർ മുതൽ ഇന്ന നമ്പർ വരെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി OBD4 ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ ഒരു പ്രശ്നമായിരിക്കും, SAPയിൽ വെറുതെ കുറെ നേരം ഒന്നും ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ ടൈം ഔട്ട് ആവും. അങ്ങനെ സ്ക്രീൻ ടൈം ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും എടുത്ത് എഴുതേണ്ടി വരും. കമ്പനി കോഡ് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ 7th സ്റ്റെപ്പ് വരെ ചെയ്തിട്ടുണ്ടാവും. 7 സ്റ്റെപ്പിലാണ് എത്തി നിൽക്കുന്നത്. ഇനി നെക്സ്റ്റ് ഈ 8th സ്റ്റെപ്പ് ഒന്ന് ബുക്കിലേക്ക് എഴുതിയ 8ാമത്തെ സ്റ്റെപ്പ് ഒന്ന് എഴുതാം. ഡിഫൈൻ റീറ്റെയിൻഡ് ഏർണിംഗ്സ് അക്കൗണ്ട് എന്ന് എഴുതാം. T കോഡ് OB53 എന്ന് എഴുതാം. OB53. നിങ്ങളെ ബുക്കിൽ ഇത് 8ാമത്തെ സ്റ്റെപ്പായിട്ട് എഴുതിയാൽ മതി. ഇന്ന് പക്ഷെ ചെയ്യുമ്പോൾ ഞാൻ അയക്കുന്ന സ്ക്രീൻഷോട്ട് ആദ്യത്തെ സ്റ്റെപ്പായിട്ടായിരിക്കും ഉണ്ടാവും ബുക്കിൽ. അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് നോക്കുമ്പോൾ ഫസ്റ്റ് എന്റർപ്രൈസ് സ്ട്രക്ചർ മുതൽ നോക്കുമ്പോൾ ഇത് 8ാമത്തെ സ്റ്റെപ്പാണ്. ഓക്കെ, നമുക്ക് ഇന്നത്തോടെ ഈ പറഞ്ഞ കമ്പനി കോൺഫിഗറേഷൻ തീർക്കാനായിട്ട് മാക്സിമം നോക്കാം. സോ ഡിഫൈൻ റീറ്റെയിൻഡ് ഏർണിംഗ്സ് അക്കൗണ്ട് അത്രയും എഴുതിയാലും മതി. OB53 ഇതാണ് T കോഡ്. ഇനി ഇതേ കാര്യം തന്നെ 30 മെയ് നിങ്ങളുടെ ഫയലിലേക്ക് എഴുതാം.
ഓക്കെ, സ്ക്രീൻ ജസ്റ്റ് നോക്കിയേ. ഡിഫൈൻ റീറ്റേൺഡ് ഏർണിങ്സ് അക്കൗണ്ട് എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പ്. ഇനിയിപ്പോ ചെയ്യേണ്ട സ്റ്റെപ്പും ഇത് തന്നെയാണ്. ഇനി എന്താണ് റീറ്റേൺഡ് ഏർണിങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റീറ്റേൺഡ് ഏർണിങ്സ് present and account where profit is transferred at the end of the period. Okay, അതായത് ഒരു വർഷത്തിന്റെ അവസാനം ഹാങ് ആയത്. ഓക്കെ, അതായത് ഒരു വർഷത്തിന്റെ അവസാനം ലാഭം മാറ്റിവെക്കുന്ന അക്കൗണ്ട്, അതാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ അഞ്ജന, അത് ഷട്ട് ഡൗൺ ചെയ്ത് നോക്കി. ഓക്കെ ഓക്കെ, ലാഭം ട്രാൻസ്ഫർ ചെയ്ത് വെക്കുന്ന അക്കൗണ്ട്, അതാണ് റീറ്റെയിൻഡ് ഏർണിങ്സ്. ഇനി അക്കൗണ്ടുകളെ നമ്മൾ ഉണ്ടാക്കുന്നത് അടുത്ത സ്റ്റെപ്പിലാണ്. അതായത് ഇപ്പൊ നമ്മൾ ഈ SAP എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലുള്ള കുറെ PDF അല്ല, പവർ പോയിന്റുകളുണ്ട്. അപ്പൊ ഈ പവർ പോയിന്റിൽ നമ്മളിപ്പോ ഒന്നാമത്തെ പവർ പോയിന്റിലാണ് നിൽക്കുന്നത്. ഇത് താഴത്തേക്ക് കുറെ ഉണ്ട്. അപ്പൊ ഇതിൽ ഈ രണ്ടാമത്തെ പവർ പോയിന്റിൽ എത്തുമ്പോഴാണ് നമ്മൾ അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇതുവരെ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ടില്ല, സോഫ്റ്റ്വെയറിൽ ഒറ്റ അക്കൗണ്ടും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ അക്കൗണ്ടുകൾ ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ. സോ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ ലാഭം ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു അക്കൗണ്ട്, അത്രേ ഉള്ളൂ റീറ്റെയിൻഡ് ഏർണിങ്സ് അക്കൗണ്ട്. അത് എന്തായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്റ്റെപ്പാണ് ഇത്. ഓക്കെ, അപ്പൊ ഈ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് കമ്പനിയുടെ ഓക്കെ, നമുക്ക് എന്തായാലും OB53 ലോഗിൻ എക്സിക്യൂട്ട് ചെയ്യാം. സവാദിന്റെ ബെസ്റ്റ്. ഇനി ആരുടെയെങ്കിലും ബാച്ച് കാർഡ് ഇവിടെ വെക്കാൻ ഉണ്ടോ? ബാക്കിയുണ്ടോ? ഇല്ലല്ലോ. സ്ക്രീനും നോക്കാം. OB53 ഒന്ന് എക്സിക്യൂട്ട് ചെയ്തു. സിസ്റ്റം ആദ്യം നിങ്ങളോട് ചോദിക്കുന്നത് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഏതാണ് എന്നുള്ള കാര്യമായിരിക്കും. ഓക്കെ, അപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എക്സിക്യൂട്ട് OB53 എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന വിൻഡോ ഇതാണ്. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഏതാണ് എന്നായിരിക്കും സിസ്റ്റം നിങ്ങളോട് ചോദിക്കുന്നത്. അതില് നിങ്ങളുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് കൊടുക്കുക. സ്പെസിഫൈ യുവർ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട് കൊടുക്കുക. ആദ്യം നിങ്ങളുടെ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സിന്റെ കോഡ് ടൈപ്പ് ചെയ്ത് വെക്കാം. ഇന്നലെ നിങ്ങളോട് കോഡെല്ലാം എഴുതി വെക്കാൻ പറഞ്ഞിട്ടായിരുന്നു. ആ കോഡ് ഓർമ്മയുണ്ടെങ്കിൽ ഇന്ന കാര്യമുള്ളൂ. സോ ഗ്രൂപ്പിന്റെ കോഡ്, ഇനി ഗ്രൂപ്പിന്റെ കോഡ് എന്ന് പറയുന്നത് ഇനി ആരെങ്കിലും ചെയ്തു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് ഞാൻ ഒരു 10 കമ്പനി ക്രിയേറ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് അതിന്റെ കോഡ് ഞാൻ സമ്മറൈസ് ചെയ്യിപ്പിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ കോഡ് മറന്നുപോയിന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, കോഡ് നമുക്ക് കണ്ടുപിടിച്ചെടുക്കാം, കുഴപ്പമില്ല, നോക്കാം. ഓക്കെ, അപ്പോ നമുക്കിവിടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്. 2 ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്. ഒന്ന് ഗ്രൂപ്പും ഓപ്പറേറ്റീവും. ഞാൻ ക്രിയേറ്റ് ചെയ്ത കോഡുകളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഉറപ്പുണ്ട് ഞാനിത് മറന്നു. ഓക്കെ, അതുകൊണ്ട് ഞാനിത് എഴുതി വെച്ചു. നിങ്ങളും അതുപോലെ എഴുതി വെക്കണം എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പോ ഇവിടെ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് ഗ്രൂപ്പിന്റെ കോഡാണ്. അതായത് ഇവിടെ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്, ഓപ്പറേറ്റീവ് ചാർട്ട് ഓഫ് അക്കൗണ്ട് ഉണ്ട്. ഗ്രൂപ്പാണ് മേജർ ആയിട്ടുള്ള കാര്യം, മേജർ ഗ്രൂപ്പ്. ഗ്രൂപ്പിന്റെ കോഡാണ് ഇപ്പൊ ഞാൻ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ എന്റെ ഗ്രൂപ്പിന്റെ കോഡ് DDLG ആണ്. അപ്പൊ അതുകൊണ്ട് അത് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സ്വന്തം ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട് കോഡ് കൊടുക്കാം. ഇവിടെ ഇപ്പൊ എന്റെ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട് ആണ്, നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പ് ചാർട്ട് കൊടുക്കാം.
ഇനി ഇത് കഴിഞ്ഞിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യാം. എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും പോകുന്നത്. അതായത് നമ്മളിവിടെ വന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ലാഭം സൂക്ഷിക്കുന്നത് ഏത് അക്കൗണ്ടിലാണ് എന്ന് SAPക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോ ഇവിടെ ഫസ്റ്റ് കിടക്കുന്ന ഒരു കോളം എന്ന് പറയുന്നത് P&L സ്റ്റേറ്റ്മെന്റ് അക്കൗണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞൊരു കോളമാണ്. അവിടെ ഒരു 2 ഡിജിറ്റുള്ള കോഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ തൽക്കാലം പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയതുകൊണ്ട് തൽക്കാലം PL എന്ന് മനസ്സിലാവാനായിട്ട് PL എന്ന് എഴുതിയാലും മതി. സൈഡില് അക്കൗണ്ട് നമ്പർ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അക്കൗണ്ട് നമ്പറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കഴിഞ്ഞ ദിവസം ചെയ്ത കാര്യങ്ങൾ ഒന്ന് നോക്കേണ്ടത്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഇങ്ങനെ കുറെ നമ്പർ ഒക്കെ ഇട്ട് കുറെ സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതില് ലൈബിലിറ്റിയിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ 501-നും 1000-നും ഇടയിലായിരിക്കും ഉണ്ടാക്കുന്നത് എന്നാണ് പറഞ്ഞു കൊടുത്തത്. ഇനി പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് ആർക്കുള്ളതാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചോ. ആർക്കുള്ളതാണ്? ആരും കൊണ്ടുപോകും പ്രോഫിറ്റ്? സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് പറഞ്ഞത് വെറുതെ. സെപ്പറേറ്റ് എൻറ്റിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് ഷമീമല്ലേ? എന്തായിരുന്നു സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ്? ഞാനിവിടെ ഒരു അലാവുദ്ദീനും ഭൂതത്തിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കുറെ സംഭവങ്ങൾ പറഞ്ഞ ഓർമ്മയുണ്ടായോ? അതന്നെ ആശയം പറഞ്ഞു കൊടുക്കും. എന്താണ്? ഓണർ ബിസിനസ് രണ്ടാണ്, അതാണ് ലോജിക്ക്. അതായത് ഓണറും ബിസിനസ്സും എപ്പോഴും രണ്ടാണ്. ലാഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓണർക്ക് കൊടുക്കാനുള്ള കടപ്പാട് ആണ് ലാഭം എന്ന് പറയുന്നത്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ലൈബിലിറ്റി ഒന്നില്ലെങ്കിൽ നമുക്കിവിടെ ലൈബിലിറ്റി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് കിടപ്പുണ്ട്. ഒന്നില്ലെങ്കിൽ ഈ ലൈബിലിറ്റി എന്നുള്ള ഗ്രൂപ്പിൽ നമുക്ക് ഉണ്ടാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇക്വിറ്റി എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മളിപ്പോ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ടിന്റെ ലെവലിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നതെങ്കിൽ സിസ്റ്റത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു ലൈബിലിറ്റിയുടെ അണ്ടറിലായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോ 501-നും 1000-നും ഇടയിലുള്ള ഒരു നമ്പറാണ് പ്രോഫിറ്റ് ആൻഡ് ലോസിന് വരാൻ സാധ്യത. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലൈബിലിറ്റി ഗ്രൂപ്പിന്റെ അണ്ടറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്നില്ലെങ്കിൽ 501, അല്ലെങ്കിൽ 502, 503, അല്ലെങ്കിൽ അങ്ങനെ പോയി 1000 വരെയുള്ള ഏതെങ്കിലും ഒരു കോഡ് ആകാം. അതിൽ ഏത് കോഡാണ് എന്ന് നമ്മളിപ്പോ പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. അത് ഏത് കോഡാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പോകുന്നുള്ളൂ, അല്ലാതെ നമ്മൾ അതിനെ ഉണ്ടാക്കുന്നില്ല, ക്രിയേറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇപ്പൊ ഞാൻ സിസ്റ്റത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു 1000 എന്ന് പറഞ്ഞ കോഡിലായിരിക്കും എന്റെ കമ്പനിയിൽ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ടിന്റെ ലെവലിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1000 എന്ന് പറഞ്ഞ കോഡിലായിരിക്കും കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് വരുന്നത് എന്ന് മാത്രം പറഞ്ഞു കൊടുക്കുന്നുള്ളൂ, അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല, ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നു മാത്രം. ഓക്കെ, അപ്പോ ഈ 1000 എന്ന് പറഞ്ഞ നമ്പർ എങ്ങനെ വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളത് 1000, അതായത് നമ്മുടെ സീരീസിലെ ലാസ്റ്റ് നമ്പർ കൊടുക്കുക. അതാണ് എപ്പോഴും ഒരു സേഫ്. അതായത് ആദ്യത്തെ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് നമ്പറിൽ വേറെ ഏതെങ്കിലും അക്കൗണ്ടുകളൊക്കെ നമ്മൾ ഉണ്ടാക്കാം, അങ്ങനെയുള്ള സാധ്യതയുണ്ട്. അപ്പോ ആദ്യത്തെ നമ്പർ കൊടുക്കുന്നതിനേക്കാളും നല്ലത് ലാസ്റ്റ് നമ്പർ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 1000 എന്ന് പറഞ്ഞ നമ്പർ എടുക്കുന്നത്. അപ്പൊ സിസ്റ്റത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു 1000 എന്ന് പറഞ്ഞ നമ്പർ ആയിരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ള രീതിയിൽ ഇതിങ്ങനെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോ സ്പെസിഫൈ ദ ഡാറ്റ ആസ് ബിലോ. ഇതേപോലെ നിങ്ങളും PL-ഉം 1000 എന്ന് തന്നെ ടൈപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്കും ഒരേ കോഡുകൾ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, 1000 എന്നുള്ള കോഡ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കമ്പനിയിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെങ്കിൽ ഉണ്ടാക്കുകയാണെങ്കിൽ 1000-ലായിരിക്കും ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊന്ന് സിസ്റ്റത്തിനോട് പറഞ്ഞു നോക്കാം. ഓക്കെ, ഹിയർ 1000 represents last number of liability group. ലയബിലിറ്റിയിലെ ലാസ്റ്റ് നമ്പർ ആണ് 1000 എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്, വിച്ച് മീൻസ് P&L account will be created under the code 1000.
ഓക്കെ, ഇതിൽ 1000 ലൈബിലിറ്റിയിലെ ലാസ്റ്റ് നമ്പർ ആണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് 1000 എന്ന് പറഞ്ഞ കോഡ് ആയിരിക്കും നമ്മൾ കൊടുക്കാൻ പോകുന്നത് എന്ന് മാത്രമാണ്. ജസ്റ്റ് അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് എന്നിട്ട് സേവ് ചെയ്യാം. ഓക്കെ, ഇതാണ് സേവ് കുഴപ്പം. വെറുതെ നിന്നിട്ടുണ്ടെങ്കിൽ സെർവർ നമ്മൾ 7 10. അപ്പൊ ഇവിടെ ചെയ്ത കാര്യം, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒരു നമ്പർ കൊടുത്തു. ഇനി ഈ സ്ക്രീൻ ഒന്ന് സേവ് ചെയ്യുക. അതായത് നമ്മളിവിടെ എത്തി നിൽക്കുന്നു, സ്ക്രീൻ സേവ് ചെയ്യുക, സേവ് ദ സ്ക്രീൻ. ഇനി സ്ക്രീൻ സേവ് ചെയ്യുമ്പോൾ കുറച്ച് വാർണിംഗ് വരും, അതൊന്ന് ഇഗ്നോർ ചെയ്യാം. വാർണിംഗ് ഇഗ്നോർ ചെയ്യുന്നത് എന്റർ കീ പ്രസ് ചെയ്താൽ മതി, ബൈ പ്രസ്സിംഗ് എന്റർ. ഓക്കെ, എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം സേവ് ചെയ്യാൻ, എല്ലാ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്യാം, അത് മറക്കരുത്. സേവ് ചെയ്യാൻ നോക്കാം. അപ്പൊ സേവ് ചെയ്യുമ്പോൾ സ്ക്രീൻ ഇങ്ങനെ ഒന്ന് ബ്ലാങ്ക് ആവും. താഴെ എനിക്കൊരു മെസ്സേജും വന്നിട്ടുണ്ട്. ഏറ്റവും താഴെ നോക്കുമ്പോൾ അക്കൗണ്ട് 1000 നോട്ട് ക്രിയേറ്റഡ് ഇൻ ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർണിംഗ് യെല്ലോ കളറിലുള്ള മെസ്സേജ് വന്നു കിടപ്പുണ്ട്. ഇനി ആ മെസ്സേജ്, ഇതാണ് വാർണിംഗ് സിമ്പിൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആദ്യം അയച്ച നോട്ടിൽ ആ പറഞ്ഞ സിമ്പിളുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്നിടത്ത് കാണാം. വാർണിംഗ് മെസ്സേജ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ വേണ്ടി തരുന്നതാണ്. ഓക്കെ, നിങ്ങൾക്കൊരു അറിയിപ്പ് എന്നുള്ള രീതിയിൽ. അത്ര പ്രശ്നമല്ല. സിസ്റ്റം ഇപ്പൊ പറയുന്നത് 1000 എന്ന് പറഞ്ഞ അക്കൗണ്ട് ഓക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസിന് കൊടുക്കുക, പക്ഷെ നിങ്ങൾ ഇതുവരെ 1000 എന്ന് പറഞ്ഞ അക്കൗണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. സിസ്റ്റം നോക്കിയിട്ട് 1000 എന്നുള്ള അക്കൗണ്ട് ഒന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് ആ മെസ്സേജ് വന്നിട്ടുള്ളത്. അത് നമുക്ക് പിന്നീട് പോയി ഉണ്ടാക്കാം. തൽക്കാലം ഇത് വാർണിംഗ് മെസ്സേജ് ആണെങ്കിൽ അതിൽ എഴുതിയതുപോലെ ജസ്റ്റ് ഒന്ന് എന്റർ കീ പ്രസ് ചെയ്യാം. താഴെ സാധാരണ വരുന്ന പോലെ ഈ ഒരു പ്രോംപ്റ്റ് മെസ്സേജ് വരും. വീണ്ടും എന്റർ കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സേവ് ആയിക്കോളും. ചേഞ്ചസ് ഹാവ് ബീൻ മെയ്ഡ് എന്നുള്ള മെസ്സേജ് താഴെ ഗ്രീൻ കളറിൽ വന്നിട്ടുണ്ട്. ഈ ഗ്രീൻ കളറിൽ വരുന്ന മെസ്സേജുകൾ എല്ലാരും വായിച്ചു നോക്കാട്ടോ. ചിലത് സേവ് എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്, അതൊക്കെയാണ്. ചിലത് വേറെ ഗ്രീൻ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം വായിച്ചു നോക്കുക. ഇപ്പൊ ചേഞ്ചസ് ഹാവ് ബീൻ മെയ്ഡ്, അതായത് സേവ് ചെയ്തു എന്നുള്ള മീനിങ് തന്നെ. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യം സിസ്റ്റത്തിനോട് പറഞ്ഞു കൊടുത്തു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഗ്രൂപ്പ് ലെവലിൽ ഉണ്ടാക്കും, മേജർ ഗ്രൂപ്പിന്റെ ലെവലിൽ ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ 1000 എന്ന് പറഞ്ഞ കോഡിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇതേ സെയിം ടി കോഡ് തന്നെ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാം. നൗ എക്സിക്യൂട്ട് ടി കോഡ് OB53 once again. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എക്സിക്യൂട്ട് ചെയ്യണം, അല്ലാതെ വേറെ വഴിയില്ല. അതായത് ഇവിടെ എത്തി നിൽക്കുമ്പോൾ വേറെ വഴി ഉണ്ടാവും. ഇൻവെന്ററീസ് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. OB53 വീണ്ടും ടി കോഡ് ടൈപ്പ് ചെയ്യണം കേട്ടോ. ഒന്നില്ലെങ്കിൽ /n വെച്ചിട്ട് ചെയ്യാം. ഇന്നലെയൊക്കെ ചെയ്ത പോലെ ഇൻവെന്ററി കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, എറർ വരും. ഓക്കെ, അപ്പോൾ OB53 എക്സിക്യൂട്ട് ചെയ്യാം. സിസ്റ്റം വീണ്ടും നമ്മളോട് ചാർട്ട് ഓഫ് അക്കൗണ്ട് ചോദിക്കും. ഗ്രൂപ്പിന്റെ ലെവൽ തന്നെ, അല്ലെങ്കിൽ ഗ്രൂപ്പ് തന്നെ ചൂസ് ചെയ്തിട്ട് എന്റർ കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കാര്യം കാണും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. OB53 എക്സിക്യൂട്ട് ചെയ്തിട്ട് സിസ്റ്റം വീണ്ടും ചാർട്ട് ഓഫ് അക്കൗണ്ട് ചോദിക്കുമ്പോൾ നമുക്ക് 2 ഗ്രൂപ്പ് ഉണ്ട്, ഒന്ന് മേജറും സബും. ഇവിടെ ഇപ്പൊ കൊടുക്കേണ്ട സബ് ഗ്രൂപ്പിന്റെ കോഡാണ്. അപ്പൊ എന്റെ സബ് ഗ്രൂപ്പിന്റെ കോഡ് എന്ന് പറയുന്നത് DDLO ആണ്, അത് കൊടുക്കുന്നു. ഓക്കെ, OB53 ഒരു പ്രാവശ്യം കൂടി എക്സിക്യൂട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സ്പെസിഫൈ യുവർ ഓപ്പറേറ്റീവ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് കോഡ്. ഓപ്പറേറ്റീവ് ചാർട്ട് ഓഫ് അക്കൗണ്ടിന്റെ കോഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിങ്ങനെ വരും. എന്റർ കീ പ്രസ് ചെയ്യാം. എന്റർ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഒരു ബ്ലാങ്ക് പേജ് വരും. ഓപ്പറേറ്റീവിന്റെ താഴെ നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടില്ല. അതായത് ഇപ്പൊ സിസ്റ്റത്തിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം, ഒന്നില്ലെങ്കിൽ നമ്മൾ ലൈബിലിറ്റിയുടെ അണ്ടറിലായിരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടാക്കുന്നത്,
അതല്ല എന്നുണ്ടെങ്കിൽ ഇക്വിറ്റിയുടെ താഴെ ആയിരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടാക്കുന്നത്. അപ്പൊ രണ്ട് സാധ്യതകളും ഉണ്ട് കമ്പനിയിൽ. ചിലപ്പോ കമ്പനി ഡിസൈൻ ചെയ്യുന്ന ആളായിരിക്കില്ല ഈ പറഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. പല പല ആൾക്കാരായിരിക്കും ഒരു കമ്പനിയിൽ. ഈ വർക്ക് ഇപ്പൊ കമ്പനി ഡിസൈനിങ് ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നത് വേറെ ഏതെങ്കിലും സ്റ്റാഫ് ആയിരിക്കും. അപ്പോ എല്ലാ സാധ്യതകളും മുൻകൂട്ടി കണ്ടിട്ട് ചിലപ്പോ ആ സ്റ്റാഫ് ലൈബിലിറ്റി എന്ന് പറഞ്ഞ ഇതിലുണ്ടാക്കും, അല്ലെങ്കിൽ ഇക്വിറ്റി എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രൂപ്പിന് അണ്ടറിലായിരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടാക്കുന്നത്. ഇനി ഇക്വിറ്റിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇക്വിറ്റിയുടെ ലാസ്റ്റ് നമ്പർ ആയ 3500-ലായിരിക്കും ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മളൊരു മുൻകരുതൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, അതാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് അക്കൗണ്ട് സെയിം കോഡ് തന്നെ കൊടുക്കാം. കാരണം ഇത് വേറെ കോഡിന്റെ അണ്ടറിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, സബ് ഗ്രൂപ്പിന്റെ അണ്ടറിലാണ്. ഇനി നമ്പർ 3500 എന്നുള്ള ഓക്കെ, നമ്മൾ 3500 എന്നുള്ള നമ്പറാണ് കൊടുക്കുന്നത്. ഇനി 3500 വന്നത് ആ ഒരു ഇക്വിറ്റി ഗ്രൂപ്പിലെ ലാസ്റ്റ് നമ്പറിൽ നിന്നാണ് ആ ഒരു 3500 എന്നുള്ള നമ്പർ വന്നത്. ഓക്കെ, അതായത് ഇവിടെ 3500 എന്ന് പറഞ്ഞ നമ്പർ ഇവിടെ കിടപ്പുണ്ട്. അതിൽ നിന്നാണ് ആ ഒരു 3500 എന്നുള്ള നമ്പർ വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ 3500 കൊടുക്കാം. ഇനി ഇതും സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ വാർണിംഗ്സ് ഇഗ്നോർ ചെയ്യുക. ഇനി ഇവിടെ ഹിയർ 3500 represents ലാസ്റ്റ് അക്കൗണ്ട് അണ്ടർ ഇക്വിറ്റി. ഒന്നില്ലെങ്കിൽ ഇക്വിറ്റിയിലെ ലാസ്റ്റ് അക്കൗണ്ട് ആയിട്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ ലൈബിലിറ്റിയിലെ ലാസ്റ്റ് അക്കൗണ്ട് ആയിട്ടായിരിക്കും ഈ പറഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന അക്കൗണ്ട് കമ്പനിയിൽ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ വാർണിംഗ്സ് വരും. വാർണിംഗ് വരികയാണെങ്കിൽ അത് ഇഗ്നോർ ചെയ്ത് കളയാം. സെയിം സ്റ്റെപ്പ് തന്നെ. ഓക്കെ, സ്ക്രീൻ സേവ് ചെയ്യുക, വാർണിംഗ് ഇഗ്നോർ ചെയ്യുക. അതായത് ഇവിടെ നിന്ന് Ctrl+S പ്രസ് ചെയ്യുമ്പോൾ സേവ് ആകും. വാർണിംഗ് ആയിരിക്കും ആദ്യം വരുന്നത്, അക്കൗണ്ട് 3500 ഉണ്ടാക്കിയിട്ടില്ലെന്നുള്ള മെസ്സേജ് വരും. ഒന്ന് എന്റർ കീ പ്രസ് ചെയ്താൽ മതി, വാർണിംഗ് ഇഗ്നോർ ആയി പൊക്കോളും. ഓക്കെ, അങ്ങനെ അക്കൗണ്ട് ഗ്രൂപ്പ് അല്ല ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇനി ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യും, അതായത് കമ്പനിയിലുള്ള പല പല ബുക്കുകൾ ഡോക്യുമെന്റുകളൊക്കെ റെക്കോർഡ് ചെയ്യും. ഏതെങ്കിലും നമ്മൾ മുമ്പ് ചെയ്ത സ്റ്റെപ്പുകൾ, അത് കമ്പനി കോഡ് അസൈൻമെന്റ് ആവട്ടെ, ഇപ്പൊ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ അസൈൻമെന്റ് കോൺഫിഗറേഷൻ ആവട്ടെ, ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അതിന്റെ എറർ വരും. ഈ ഒരു കോൺഫിഗറേഷൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എറർ വരും. അപ്പൊ അന്നേരം പോയിട്ട് ചെയ്താലും മതി, പക്ഷെ എറർ വരാൻ വേണ്ടി നോക്കണ്ട. ഇപ്പോഴേ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എറർ വരില്ല. SAP-യിൽ അങ്ങനെയാണ്, നേരത്തെ സെറ്റിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എറേഴ്സ് വരില്ല. അങ്ങനെ നമ്മളിപ്പോ റീറ്റെയിൻഡ് ഏർണിങ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു 9th സ്റ്റെപ്പ് ഒന്ന് എഴുതി വെക്കാം. ഇന്ന് ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം, ക്രിയേറ്റ് ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ്. ടി കോഡ് OBC4 ആണ്. 0 അല്ല, O ആണ്, ആൽഫബറ്റ് O ആണ് എന്ന് മനസ്സിലാക്കാം. സ്റ്റെപ്പ് ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, ഈ OBC4 അല്ലെങ്കിൽ ഫീൽഡ് സ്റ്റാറ്റസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം.
ഓക്കെ, ഇനി സ്ക്രീൻ ഒന്ന് നോക്കി. ഓക്കെ, ഈ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് SAP-യിൽ കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത് കുറെ ഫീൽഡുകൾ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബോക്സുകളായിരിക്കും. ആ ടെക്സ്റ്റ് ബോക്സിന്റെ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത് ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ് ആയിരിക്കും. ഇനി ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഞാനിപ്പോ വേറൊരു വിൻഡോ ആൻഡ് കോൺഫിഗറേഷൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഒരു അക്കൗണ്ട് ഗ്രൂപ്പ് എന്നുള്ള കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, ഇവിടെയും ഫീൽഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു സെറ്റിംഗ് കിടക്കുന്നുണ്ട്. ഫീൽഡ് സ്റ്റാറ്റസ്. ഓക്കെ, ഇനി ജസ്റ്റ് ഞാൻ എന്താണ് ഫീൽഡുകൾ എന്നൊന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ FK01 എന്നുള്ളൊരു T കോഡിലാണ് നിൽക്കുന്നത്. അവിടെ ജസ്റ്റ് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു കമ്പനി കോഡ് ടൈപ്പ് ചെയ്ത് വേറൊരു വെൻഡർ കോഡ് ടൈപ്പ് ചെയ്ത് എന്റർ കീ പ്രസ് ചെയ്യും. ഇപ്പോ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ കാര്യങ്ങളെയാണ് ഫീൽഡുകൾ എന്ന് SAP-യിൽ പറയുന്നത്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ഷരം ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഏരിയ, അതിനെയാണ് ഫീൽഡ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബോക്സ് എന്ന് SAP-യിൽ പറയുന്നത്. ഈ ടെക്സ്റ്റ് ബോക്സിന്റെ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത് ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ് ആണ്. നിങ്ങൾ SAP-യിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇത് ഒരു വെൻഡർ ക്രിയേഷന്റെ വിൻഡോ ആണ്. ഇനി ഇപ്പോ വരാൻ പോകുന്നത് ഒരു ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യുന്ന പേജ് ആണ്. ഇവിടെ പല പല ടെക്സ്റ്റ് ബോക്സുകൾ അല്ലെങ്കിൽ ഫീൽഡുകളായിട്ടായിരിക്കും നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ഓരോ ടെക്സ്റ്റ് ബോക്സും. അപ്പോ ഇതില് ഏതൊക്കെ ടെക്സ്റ്റ് ബോക്സ് ഫില്ല് ചെയ്യണം, ഏതൊക്കെ ഫില്ല് ചെയ്യണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശം കൺസൾട്ടന്റിന് ആണ്. ഓക്കെ, അപ്പൊ കൺസൾട്ടന്റ് ആണ് ഈ പറഞ്ഞ ഫീൽഡ് സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത്. അപ്പൊ നിങ്ങളാണ് നിങ്ങളുടെ കമ്പനിയുടെ കൺസൾട്ടന്റ്. നിങ്ങൾക്ക് തീരുമാനിക്കാം ഏതൊക്കെ ടെക്സ്റ്റ് ബോക്സ് ആവശ്യമാണ്, ആവശ്യമല്ല എന്നുള്ളത്. അതായത് ഇപ്പോ ജസ്റ്റ് ഈ ഒരു വെൻഡറിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ നെയിം എന്ന് പറഞ്ഞൊരു കാര്യം കിടപ്പുണ്ട്. 2 നെയിം ഉണ്ട്. ഓരോ ഫീൽഡിനും ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അതായത് ഇവിടെ എത്തി നിൽക്കുമ്പോൾ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം പറഞ്ഞു തരും അതിന്റെ പേര് എന്താണ്, ആ ഫീൽഡിന്റെ പേര്. നെയിം 1 എന്നാണ് അതിന്റെ പേര്. പിന്നെ ഇതിന്റെ പേര് എന്താണെന്ന് നോക്കാം. നെയിം 2 എന്നാണ് അതിന്റെ പേര്. ഇതെന്താണ് ക്വസ്റ്റ്യൻ മാർക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. സെർച്ച് ടൈം 1 എന്നാണ് അതിന്റെ പേര്. താഴെ സ്ട്രീറ്റ്, പോസ്റ്റൽ കോഡ്, അങ്ങനെ പല പല ഫീൽഡുകളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഫീൽഡ് സ്റ്റാറ്റസിന്റെ സെറ്റിംഗ് ആയ ഈ ഒരു വിൻഡോയിൽ ഞാനിപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ആ ടെക്സ്റ്റ് ബോക്സിന്റെ ഡിസ്ക്രിപ്ഷൻസ് ആണ്. അതായത് നെയിം 1, സെർച്ച് ടൈം, ഫോം ഓഫ് അഡ്രസ്, നെയിം 2, അങ്ങനെ കുറെ കാര്യങ്ങളാണ് എനിക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അതിന് പോസിബിൾ ആയിട്ടുള്ള 4 ഓപ്ഷൻസും ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് സപ്രസ്, റിക്വയർഡ്, ഡിസ്പ്ലേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസ് കാണാം. ഇതില് സപ്രസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആക്കിയിട്ട് നോക്കാം. നിലവിൽ ഇപ്പൊ ഇത് ഓപ്ഷണൽ ആയിട്ടാണ് കിടക്കുന്നത്. നെയിം 1 എന്നുള്ളത് ഞാനിപ്പോ ഒന്ന് സപ്രസ് ആക്കി വെക്കുകയാണ്. അതായത് സപ്രസ് എന്നുള്ള ഓപ്ഷൻ ആക്കിയിട്ട് സേവ് ചെയ്തു. ഓക്കെ, സപ്രസ് ആക്കി സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിലവിൽ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ടൈറ്റിൽ ഉണ്ട്. ടൈറ്റിലിന് താഴെ ഒരു ടെക്സ്റ്റ് ബോക്സ്, അതാണ് നെയിം 1. ടൈറ്റിലിന് താഴെ രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സ്, അതാണ് നെയിം 2. ഈ സ്ക്രീൻ ഞാനൊന്ന് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും എന്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റ് ബോക്സ് ഇപ്പോ കാണുന്നില്ല. നേരത്തെ ടൈറ്റിലിന് താഴെ 2 ടെക്സ്റ്റ് ബോക്സുകൾ ഉണ്ടായിരുന്നു. ഇപ്പോ ഒരൊറ്റ ടെക്സ്റ്റ് ബോക്സ് ഉള്ളൂ. ആ ടെക്സ്റ്റ് ബോക്സ് ആണ് നെയിം 2 എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബോക്സ് ആണ്. നെയിം 1 സപ്രസ് ചെയ്ത് വെച്ചു, അതായത് അതിനെ മറച്ചു വെച്ചു. കാണാനും ഡാറ്റ എൻ്റർ ചെയ്യാനും പറ്റില്ല. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണം, നിങ്ങൾക്ക് കീഴിലുള്ള ആൾക്കാരുടെ ഫസ്റ്റ് നെയിം മാത്രം എൻ്റർ ചെയ്താൽ മതി. അതായത് കമ്പനിയുടെ പേര്, അഡ്രസ് റെക്കോർഡ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്കിയുള്ള ഫീൽഡുകൾ നിങ്ങൾ സപ്രസ് ചെയ്ത് വെച്ചാൽ മതി. അതായത് ഇല്ലാത്ത ടെക്സ്റ്റ് ബോക്സ് ഫില്ല് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഈ പറഞ്ഞ സപ്രസ്, ഓപ്ഷണൽ എന്നുള്ള ടെക്സ്റ്റ് ബോക്സുകൾ കൊണ്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോ സപ്രസ് ആണെങ്കിൽ മറച്ചു വെക്കും, ഓപ്ഷണൽ ആണെങ്കിൽ വേണമെങ്കിൽ ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ഫില്ല് ചെയ്യണ്ട എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഡാറ്റ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഉള്ളൊരു ഓപ്ഷനാണ് ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ. ഓക്കെ, ഇതിൽ ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷനാണ് സെറ്റ് ചെയ്ത് വെക്കുന്നതെങ്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട്
ഒന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വീണ്ടും ഒന്ന് എക്സിറ്റ് ചെയ്യണം. എന്റർ. ഓക്കെ, നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ബോക്സ് കാണാൻ പറ്റുന്നുണ്ട്. അതായത് നെയിം 1 കാണാൻ പറ്റുന്നുണ്ട്, നെയിം 2 കാണാൻ പറ്റുന്നുണ്ട്. നെയിം 2-ലാണെങ്കിൽ എനിക്ക് ഡാറ്റ എൻ്റർ ചെയ്യാം, നെയിം 1 ആണെങ്കിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ വരില്ല. കാരണം അത് ഡിസ്പ്ലേ മോഡിലാണ്. കാണാൻ പറ്റും, എൻ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യമൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വർക്കായിരിക്കും, വെൻഡർ ക്രിയേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ തരുന്നത്. അപ്പോൾ ചില ടെക്സ്റ്റ് ബോക്സുകൾ ഇങ്ങനെ ഡിസ്പ്ലേ മോഡിലായിരിക്കും. അത് റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കമ്പനിയിലെ കൺസൾട്ടന്റ് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കാണാൻ മാത്രം പറ്റുന്നത്. ഓക്കെ, അപ്പോ ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് ഉള്ള ഒരു ഓപ്ഷനാണ് റിക്വയർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. സോറി, അല്ല, ജനറൽ ഡാറ്റയിൽ. ഓക്കെ, പിന്നുള്ള ഓപ്ഷനാണ് റിക്വയർഡ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ. സപ്രസ് ഫുൾ ആയിട്ട് മറച്ചു വെക്കും. ഓപ്ഷണൽ വേണമെങ്കിൽ ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് ലീവ് ചെയ്യാം. ഡിസ്പ്ലേ മോഡിലായിരിക്കും, ഡാറ്റ എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഇനി റിക്വയർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. റിക്വയർഡ് ആണ് കിടക്കുന്നതെങ്കിൽ സേവ് ചെയ്യാം. ഇവിടുന്ന് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ബോക്സിന് നേർക്ക് ഇങ്ങനെ ഒരു ഫ്ലാഗ് അല്ലെങ്കിൽ ഒരു ടിക്ക് സിമ്പിൾ കിടപ്പുണ്ടാവും. അതാണ് റിക്വയർഡ് എന്ന് പറയുന്നത്. ഇനി ആരും നെയിം 1 ഫില്ല് ചെയ്യാതെ വെൻഡറിനെ സേവ് ചെയ്യാൻ പറ്റില്ല. അതായത് ഈ ഒരു കാര്യം ബാക്കി കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത പേജിലേക്ക് പോകാൻ നോക്കുമ്പോൾ സിസ്റ്റം പറയും ഇത് ഫില്ല് ചെയ്യാതെ പോകാൻ പറ്റില്ല എന്നിവിടെ എറർ ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ എറർ ആയിട്ട് വരാനായിട്ടാണ് റിക്വയർഡ് ആക്കി ഇടുന്നത്. അതായത് മസ്റ്റ് ആയിട്ടും പേര് കൊടുക്കണം. പേര് കൊടുക്കാതെ ഒരു വെൻഡറിനെ ആരും സേവ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോ ഒരു ടെക്സ്റ്റ് ബോക്സിന്റെ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഫീൽഡിന്റെ സ്റ്റാറ്റസ് തീരുമാനിക്കുന്ന സാധനമാണ് ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ്. അങ്ങനെയാണ് ആ പേരും വന്നത്, ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ്. ഓക്കെ, അപ്പൊ അതിനിങ്ങനെയുള്ള കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് കമ്പനിയുടെ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ് ആണ്, അല്ലാതെ വെൻഡറിന്റെ അല്ല. ഇതിപ്പോ എളുപ്പം പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പം വെൻഡറിന്റെ ആണ്, അതുകൊണ്ട് വെൻഡർ എടുത്തു എന്നുള്ളൂ. ഓക്കെ, ഇനി ആ വെൻഡറിന്റെ ഒന്ന് എഡിറ്റ് ചെയ്യാം. അതായത് മാക്സിമം ഈ പറഞ്ഞ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റിൽ പോയിട്ട് പണിയാതിരിക്കാൻ നോക്കാം. അതായത് ആവശ്യമുള്ള രീതിയിൽ സെറ്റിംഗ് ചെയ്തിട്ട് ഇങ്ങനെ ഓപ്ഷണൽ ആക്കി വെച്ചിട്ട് സിസ്റ്റം തന്നിട്ടുണ്ടാവും. അതായത് ഇവിടെ ഇങ്ങനെ ഒരു പേജ് നോക്കിയിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ഫീൽഡുകൾ ഉണ്ടാവും. കണ്ടു, ഇവിടെ അഡ്രസ് എന്നുള്ളതിൽ ഇത്രയും ഫീൽഡ്, ഇനി നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷന്റെ അകത്ത് ഇത്രയും ഫീൽഡ്, കൺട്രോളിന്റെ അകത്ത് വേറെ കുറെ ഫീൽഡുകൾ, അങ്ങനെ പല പല ടെക്സ്റ്റ് ബോക്സുകൾ നമുക്ക് ഒരു ഡോക്യുമെന്റിൽ കാണാൻ പറ്റും. എല്ലാ ഡോക്യുമെന്റിന്റെയും ഈ പറഞ്ഞ ടെക്സ്റ്റ് ബോക്സിൽ പോയിട്ട് ആവശ്യമാണ് ആവശ്യമല്ല എന്ന് പറഞ്ഞ് ടിക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം പോകും, കുറെ സമയം പോകും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കമ്പനിക്ക് ആവശ്യമുള്ള സെറ്റിംഗ് ഏതാണെന്ന് ഓൾറെഡി ഈ പറഞ്ഞ നമ്മൾ യൂസ് ചെയ്യുന്ന SAP സെർവറിൽ ഉണ്ട്. അതെല്ലാ SAP സെർവറിലും അവർ കോൺഫിഗർ ചെയ്ത് തരും. അതായത് ഇപ്പോ നമ്മൾ ഫോൺ റീസെറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഇടയ്ക്ക് ഹാങ് ആവുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് ഹാങ് ആവുമ്പോൾ റീസെറ്റ് ചെയ്യാം. റീസെറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരും. അതായത് ഫാക്ടറി മോഡ് ഏതാണോ അല്ലെങ്കിൽ പുതിയൊരു ഫോൺ വരുമ്പോൾ എന്താണോ അവസ്ഥ അതേപോലെ തന്നെ കൊണ്ടുവരും. അതേപോലെ ഒരു കമ്പനിക്ക് വേണ്ടുന്ന സെറ്റിംഗ്സ് ഏതൊക്കെയാണെന്ന് ഓൾറെഡി ഈ പറഞ്ഞ SAP സെർവറിൽ ഉണ്ടാകും. നമ്മൾ അതായിരിക്കും എടുക്കുന്നത്. അതായത് ഇപ്പൊ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ് ഇതാണ് നിങ്ങൾക്ക് അയക്കാൻ പോകുന്ന സ്ക്രീൻഷോട്ട്. അപ്പൊ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ് എന്താണെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ചെയ്യുന്നത് സിൻസ് ഞാൻ വേറെ സ്ഥലത്ത് എഴുതി. ഓക്കെ, അതായത് എല്ലാ ഫീൽഡ് സ്റ്റാറ്റസ് സെറ്റിംഗ്സും ഒന്നൊന്നായിട്ട് നമ്മൾക്ക് പോയി ഇങ്ങനെ റിക്വയർഡ് ഓപ്ഷനിലാക്കി ഇടാനായിട്ട് സമയമില്ല. പിന്നെ അത് നിങ്ങളെ കൊണ്ട് ഇപ്പൊ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമ്മളുടെ കോഴ്സ് വെറുതെ നീണ്ടോ. മാത്രമല്ല, ശരിക്കും പറഞ്ഞ ഇതിന്റെ ലോജിക്ക് ഇതാണ്: ആവശ്യമുള്ള ടെക്സ്റ്റ് ബോക്സ് റിക്വയർഡ് ആക്കാം, ആവശ്യമില്ലാത്തത് ഓപ്ഷനിലാക്കാം. ഓക്കെ, അപ്പോ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇമ്പോസിബിൾ ആണ് ഈ ട്രെയിനിങ് സിറ്റുവേഷനിൽ. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം ഓൾറെഡി SAP അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഫീൽഡ് സ്റ്റാറ്റസ് തന്നിട്ടുണ്ട്. അതായത് ജനറൽ ആയിട്ടുള്ള സെറ്റിംഗ്സ് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കോഡ് തന്നിട്ടുണ്ട്. ആ കോഡിന്റെ ഒരു കോപ്പി ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ആ കോഡാണ് ഇവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത്: 1000 000
1 ഏതെങ്കിലും ഒരു കോഡ് സെർവറിൽ ഉണ്ടാവും. ആ കോഡായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എക്സിക്യൂട്ട് ടി കോഡ് OBC4 എക്സിക്യൂട്ട് ചെയ്യുക. ഇതാണ് ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റിന്റെ വിൻഡോ. അപ്പോൾ ഇവിടെ 0001 കാണാം, 1000 കാണാം, ഏത് വേണമെങ്കിലും നമ്മൾക്ക് എടുക്കാം. ഇതൊക്കെ SAP നമ്മൾക്ക് ഉപയോഗിക്കാനായിട്ട് നന്നാക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ ഇതിന്റെ അകത്ത് ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. അതിന്റെ അകത്ത് ഇങ്ങനെ കുറെ കോഡുകൾ ഉണ്ട്, G001 G067 എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിന്റെ അകത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു സബ് ഡിവിഷൻ കാണാം. അതിന്റെ അകത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ഇങ്ങനെ ഓപ്ഷൻ ബട്ടൺ കാണാം. ഇനി കമ്പനിയുടെ ഫീൽഡ് സ്റ്റാറ്റസിൽ 3 ഓപ്ഷൻസ് ഉള്ളൂ. ഒന്ന് റിക്വയർഡ്, ഓപ്ഷണൽ, സപ്രസ്. ഡിസ്പ്ലേ എന്ന് പറഞ്ഞ മോഡ് ഇതിലില്ല. ഓക്കെ, ഡിസ്പ്ലേ മോഡ് ഇല്ല, ആകെ 3 ഓപ്ഷൻസ് ഇതിലുള്ളൂ. അപ്പോൾ ആവശ്യമുള്ള സെറ്റിംഗ് ഏതൊക്കെയാണെന്ന് ഇവിടെ SAP തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് 001 ഏതൊക്കെ ടെക്സ്റ്റ് ബോക്സ് ആണ് ഓപ്ഷണൽ ആവേണ്ടത്, ഏതൊക്കെയാണ് റിക്വയർഡ് ആവേണ്ടത് എന്ന് സെറ്റ് ചെയ്തിട്ട് ഈ സോഫ്റ്റ്വെയറിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ നമ്മളായിട്ട് പോയി ക്രിയേറ്റ് ചെയ്യേണ്ട, ഇതിൽ നിന്ന് കോപ്പി ചെയ്തിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നിലവില് ഈ സെർവറിൽ ആദ്യം തന്നെ 001 1000 കിടപ്പുണ്ട്. ചില സെർവറിൽ ആദ്യം തന്നെ കിടക്കുന്നുണ്ടാവില്ല, അപ്പൊ നമ്മൾ സെർച്ച് ചെയ്ത് എടുക്കണം. ഓക്കെ, അപ്പൊ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കിതാണ് OBC4. ഇനി ഇതിൽ നിൽക്കുമ്പോൾ പൊസിഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് പൊസിഷൻ, സെർച്ച് ഫോർ 0001 or 1000. ഇനി ഇത് കഴിഞ്ഞിട്ട് 1000-നെയോ 0001-നെയോ റോ വൈസ് സെലക്ട് ചെയ്യാം. റോ വൈസ് സെലക്ട് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇടത്തെ സൈഡിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ആവും. ലെഫ്റ്റ് സൈഡിൽ പോയി ക്ലിക്ക് ചെയ്യാം, അത് സെലക്ട് ആവും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് അതാണ്. സെലക്ട് 1000 റോ വൈസ്. സെലക്ട് ദ കോഡ് റോ വൈസ്. റോ എന്ന് പറയുന്നത് നേരെ ഹോറിസോണ്ടലി അല്ലെങ്കിൽ നേരെ പരപ്പായിട്ട് പോകുന്ന കാര്യം. റോ വൈസ് സെലക്ട് ചെയ്യാം. ഇനി അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലിക്ക് കോപ്പി ആസ് ബട്ടൺ. ആപ്ലിക്കേഷൻ ടൂൾ ബാറിലാണ് കോപ്പി ആസ് ബട്ടൺ ഉള്ളത്. അതായത് ഇവിടെ നിൽക്കുമ്പോൾ ഓക്കെ, ഇതാണ് കോപ്പി ആസ്. രണ്ടാമത്തെ ബട്ടൺ, 2 പേജിന്റെ സിമ്പിൾ കിടപ്പുണ്ട്, അതാണ് കോപ്പി ആസ് ബട്ടൺ. ഓക്കെ, അതായത് ഇവിടെ കാണുന്ന ഈ ഒരു കോപ്പി ആസ് എന്ന് പറഞ്ഞ ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതാണ് ആപ്ലിക്കേഷൻ ടൂൾ ബാർ. ഓക്കെ, അപ്പൊ കോപ്പി ആസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, കോപ്പി ആസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കോഡും ഡിസ്ക്രിപ്ഷനും ഉൾപ്പെടെ സിസ്റ്റം കോപ്പി ചെയ്ത് തരും. ഇനി നമ്മളിവിടെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള കോഡ് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡാണ് നിങ്ങൾ കൊടുക്കുന്നത്. ആ കോഡ് നിങ്ങൾ ഓർത്ത് വെക്കണം, മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന കോഡ് ഇതാണ്, ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ്. ഓക്കെ, ഞാൻ DDLB എന്ന് പറഞ്ഞ കോഡാണ്. നമ്മളിപ്പോഴും DDRC എന്ന് പറഞ്ഞ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്, വേറെ കമ്പനിയിലേക്കൊന്നും പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് DDLB എന്നുള്ള കോഡ് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, പേര് ഫീൽഡ് സ്റ്റാറ്റസ് ഫോർ DDLB എന്നുള്ള പേരാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ എഡിറ്റ് ദ കോഡ് ബൈ സ്പെസിഫൈ എ ന്യൂ കോഡ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ. പുതിയ കോഡും ഡിസ്ക്രിപ്ഷനും ടൈപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സ്ക്രീൻ ഒന്ന് സേവ് ചെയ്യാം.
സേവ് ദ സ്ക്രീൻ. ഓക്കെ ഓക്കെ, ഇപ്പൊ സേവ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല. ഓക്കെ, അതായത് ഇവിടെ സേവ് ഓപ്ഷൻ കാണുന്നില്ല. ഓക്കെ, അപ്പൊ സേവ് അല്ല, എന്റർ കീ പ്രസ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് എന്റർ കീ പ്രസ് ചെയ്യാം. എന്റർ കീ പ്രസ് ചെയ്യുമ്പോൾ സിസ്റ്റം ചോദിക്കും ഡാറ്റ എല്ലാം കോപ്പി ചെയ്യണോ. നമ്മളിവിടെ കോപ്പി ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കോപ്പി ഓൾ എന്നുള്ള ബട്ടൺ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, കോപ്പി ഓൾ ക്ലിക്ക് ചെയ്യുക. സിസ്റ്റം ഇങ്ങനെ ഒരു മെസ്സേജ് തരും, എല്ലാ ഡാറ്റാസും കോപ്പി ആയി എന്നുള്ള മെസ്സേജ് ആണ് വരുന്നത്. ഓക്കെ, ഇനി അതും കണ്ടിട്ട് നോക്കിയിരിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് എന്റർ കീ പ്രസ് ചെയ്യാം. അപ്പോഴാണ് ഡാറ്റ കോപ്പി ആയത്. ഓക്കെ, ഇനി സാധാരണ ഞാൻ SAP എടുക്കുന്ന എല്ലാവരും ചെയ്യാറുള്ള കാര്യം, ഇവിടെ കോഡ് വന്നു, ഡിസ്ക്രിപ്ഷൻ വന്നു എന്ന് സമാധാനിച്ച് ഇവിടെ നിന്ന് പോകും. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സേവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം വീണ്ടും ചെയ്യേണ്ടി വരും. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിങ്ങനെ കോപ്പി ആസ് അല്ലെങ്കിൽ കോപ്പി ചെയ്ത് വന്നു കഴിഞ്ഞാലും സേവ് ചെയ്യണം. ഇനി ഇത് കണ്ടില്ലെങ്കിൽ സിസ്റ്റത്തിനെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ തന്നെ കുഴപ്പമാണ്, നിങ്ങൾ സേവ് ചെയ്യാൻ മറന്നുപോയി. ഓക്കെ, ഓക്കെ, സോ സ്ക്രീൻ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാലേ ഡാറ്റ അവിടെ സേവ് ആവുള്ളൂ. ഓക്കെ, ഇവിടെ കറക്റ്റ് ആയിട്ട് സേവ് ആയി. സേവ് ആയി. ഓക്കെ, അങ്ങനെ നമ്മളുടെ കമ്പനിക്ക് വേണ്ടുന്ന ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ എല്ലാം ചെയ്യുന്ന പോലെ കോഡുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കമ്പനി ആയിട്ട് ലിങ്ക് ചെയ്യണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഈ 10ാമത്തെ സ്റ്റെപ്പ് ഒന്ന് ബുക്കിലേക്ക് എഴുതാം. അസൈൻ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ് ടു കമ്പനി കോഡ്. Assign field status variant to company code. Last step. ഈ സ്ലൈഡിലുള്ള ലാസ്റ്റ് സ്റ്റെപ്പ് ആണ്. ഇനി ഒരു സ്ലൈഡും കൂടി ഉണ്ട്. കഴിച്ചിട്ടില്ല. ഓക്കെ, ഇനി സ്ക്രീൻ ഒന്ന് നോക്കി. ഓക്കെ, നമ്മൾ ഇന്ന് ആദ്യം ചെയ്തത് റീറ്റെയിൻഡ് ഏർണിങ്സ് അക്കൗണ്ട് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ചെയ്തത് റീറ്റെയിൻഡ് ഏർണിങ്സ് അക്കൗണ്ട് ചെയ്തു. ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് ചെയ്തത് ഈ ഒരു ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ചെയ്തത് അതിന്റെ നെക്സ്റ്റ് ചെയ്യുന്നതാണ് അതിന്റെ അസൈൻമെന്റ്. തേർഡ് സ്റ്റെപ്പ് ആയിട്ട് വരും. അസൈൻ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ് ടു കമ്പനി കോഡ്. ഈ കോഡ് നിങ്ങൾക്ക് ഓർത്ത് വെക്കാനായിട്ട് എളുപ്പമാണ്. അതായത് OBC4 ആയിട്ട് നെക്സ്റ്റ് OBC5 അങ്ങനെ ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ഓക്കെ, ഇനി OBC5 വിൻഡോ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന വിൻഡോ ഇത് ആയിരിക്കും. ഇനി ഈ വിൻഡോയില്
നിങ്ങൾ പൊസിഷൻ ക്ലിക്ക് ചെയ്യാം. പൊസിഷൻ ക്ലിക്ക് ചെയ്തിട്ട് സോ ക്ലിക്ക് പൊസിഷൻ ആൻഡ് സെർച്ച് ഫോർ യുവർ കമ്പനി കോഡ്. ഓക്കെ, അപ്പൊ പൊസിഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കമ്പനി കോഡിനെ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. അതായത് ഇവിടെ പൊസിഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ കമ്പനി കോഡ്, ഇപ്പൊ എന്റെ കമ്പനി കോഡ് DD സംതിങ് LB എന്നുള്ളതാണ്. DDLB. ഓക്കെ, ഇവിടെ DDLB എന്നുള്ള കമ്പനി കോഡ് കിട്ടി. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റിന്റെ കോഡ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്റെ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ് കോഡും DDLB എന്ന് തന്നെയാണ്. അപ്പൊ അത് ഫില്ല് ചെയ്യുക, സേവ് ചെയ്യുക. ഓക്കെ, കമ്പനി കോഡ് അസൈൻമെന്റ് ചെയ്ത പോലെ, അതായത് നിങ്ങളുടെ ക്രിയേറ്റ് ചെയ്ത കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സേവ് ചെയ്യുക, കാര്യം തീർന്നു. ഓക്കെ ഓക്കെ, സോ സ്പെസിഫൈ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ്. ഓക്കെ, സഹീർ ഇവിടെ വന്നിരിക്കുക. ഏതാ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ്? വേണ്ട, DDRC എറണാകുളത്തിന് മാത്രം. DDRC എറണാകുളം. ഓക്കെ, ഇനി അടുത്തത് മിഥുൻ അല്ലെങ്കിൽ അമലായിരിക്കും. അല്ല, അവിടെ ഇരുത്താനാണ്. ഓക്കെ, നീരജ് നാളെ എക്സാം അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പുതിയത് ഉണ്ടാക്കാം. ഓക്കെ, സോ ഇവിടെ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റിന്റെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, സേവ് ചെയ്തു. ഓക്കെ, ആ സ്റ്റെപ്പിൽ വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ, സാധാരണ സിമ്പിൾ സ്റ്റെപ്പാണ്. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ പോകുന്ന സ്റ്റെപ്പ് ഇതാണ് ഫിസിക്കൽ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതോടെ 2 സ്ലൈഡും കൂടെ, ടോട്ടൽ 19 സ്റ്റെപ്പ് ആണ് കേട്ടോ. ഇനി ഫിസിക്കൽ ഇയർ വേരിയന്റ് ഡെഫിനിഷൻ, ഇതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഫിസിക്കൽ ഇയർ വേരിയന്റ്. ഓക്കെ, ഇന്ന് ഇതും കൂടി ചെയ്താൽ മതി, കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറെ ചെയ്യാനുണ്ടോ. ഓക്കെ, ഇനി ഫിസിക്കൽ ഇയർ വേരിയന്റ് എന്ന് വെച്ചാൽ എന്താണ് എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിസിക്കൽ ഇയർ വേരിയന്റ്. ഓക്കെ, ഈ സ്റ്റെപ്പ് എല്ലാവരും ബുക്കിലേക്ക് എഴുതി വെച്ചിട്ടുണ്ടോ? ഓക്കെ, ഇനി ലാസ്റ്റ് ഇരിക്കുന്ന റാസിക്കല്ലേ? ഓക്കെ, ഇനി ഫിസിക്കൽ ഇയർ വേരിയന്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫിസിക്കൽ ഇയർ എന്തായിരിക്കും? ഫിസിക്കൽ ഇയർ ഫിനാൻഷ്യൽ പീരീഡ് എന്നുള്ള കാര്യം ഇവിടെ അക്കൗണ്ടിങ് എടുത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാ കമ്പനിക്കും ഒരു സാമ്പത്തിക വർഷം ഉണ്ടാവും. ഇന്ത്യയിലാണെങ്കിൽ അത് ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ മാർച്ചിൽ അവസാനിക്കും. അങ്ങനെയാണ് സാമ്പത്തിക വർഷം. ഓരോ കമ്പനിക്കും അതിൻ്റെതായിട്ടുള്ള സാമ്പത്തിക വർഷമുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മളുടെ കമ്പനിയുടെ സാമ്പത്തിക വർഷം എന്ന് സ്റ്റാർട്ട് ചെയ്യും, എന്ന് അവസാനിക്കും, ഒരു മാസത്തില് എത്ര ദിവസങ്ങളുണ്ട് എന്നുള്ള കുറച്ച് കോൺഫിഗറേഷൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഫിസിക്കൽ ഇയർ വേരിയന്റ് ആയിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അതായത് ഇവിടെ മന്ത് എന്ന് പറഞ്ഞൊരു കോളുണ്ട്, ഡേയ്സ് എന്നുള്ള കോളുണ്ട്, പീരിയഡ്, ഇയർ ഷിഫ്റ്റ്. ഓക്കെ, സഹല എന്താ പ്രശ്നം? അല്ല, എന്താ ഡൗട്ടാണെങ്കിൽ എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം എന്താ പ്രശ്നം. അല്ല, എന്താണ് ഡൗട്ടാണോ? ഒന്നുമില്ല. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ ഒന്നും മിണ്ടാതിരുന്നു ഇവിടെ. ഓക്കെ, അപ്പോ മന്ത്, പീരിയഡ്, ഈ സംഭവം, അതായത് ഇതേ ഡാറ്റ തന്നെയാണ് നമ്മൾ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യേണ്ടത്. അതായത് നമുക്ക് ആകെ മൊത്തം 12 മാസങ്ങളാണ് ഉള്ളത്. നമ്മൾ ഫോളോ ചെയ്യുന്ന ഇന്ത്യൻ ഫിനാൻഷ്യൽ പീരിയഡ് ആണ്. അതായത് ആ രീതിയിലാണ് നമ്മൾ SIP-യിൽ സെറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ കമ്പനി ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ US കമ്പനി ഒന്നുമല്ല, ഇന്ത്യൻ കമ്പനി. അപ്പോ നമുക്ക് ടോട്ടല് 12 മാസങ്ങളാണ്. ഇനി ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സാധാരണ
12 മാസങ്ങളാണ്. ഇനി കലണ്ടർ മന്ത്സ് എന്ന് പറയുന്നത് അതിൽ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഡിസംബറിൽ അവസാനിക്കും. കലണ്ടർ എടുത്ത് നോക്കിയാൽ മതി, കാണാൻ പറ്റും. ഇനി ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ സാമ്പത്തിക വർഷം ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മാർച്ചിൽ അവസാനിക്കും. അപ്പോൾ ഇന്ത്യയുടെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ടൻസിന് നമ്മളുടെ ആദ്യത്തെ മാസം എന്ന് പറയുന്നത് ഏപ്രിലാണ്, രണ്ടാമത്തെ മാസം മെയ്, 3 ജൂൺ, അങ്ങനെ അങ്ങനെ ലാസ്റ്റ് മാസം എന്ന് പറയുന്നത് മാർച്ചാണ്. അങ്ങനെയാണ് നമ്മുടെ സാമ്പത്തിക വർഷം വരുന്നത്. ഓക്കെ, ആ ഒരു കാര്യം ഓക്കെയാണോ? 12 മാസങ്ങൾ ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മാർച്ചിൽ അവസാനിക്കും. ഓക്കെ, ഇനി SAP എന്ന് പറയുന്നത് ഒരു ജർമ്മൻ സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അവരുടെ കലണ്ടർ എന്ന് പറയുന്നത് ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഡിസംബറിലാണ് അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മള് കലണ്ടർ മന്ത്സിന്റെ ബേസിസിലാണ് SAPയിൽ സെറ്റ് ചെയ്യുന്നത്. അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. ഇനി ഇതിന്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ദിവസങ്ങളാണ്. ജനുവരിയിൽ 31, ഫെബ്രുവരിയിൽ 28, മാർച്ചിൽ 31, അങ്ങനെ പറഞ്ഞിട്ട് പല ഡേറ്റുകളായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇനി ഇതിന്റെ സൈഡിൽ പീരിയഡ് എന്ന് പറഞ്ഞൊരു കാര്യം കിടപ്പുണ്ട്. ഏപ്രിൽ നേർക്ക് 1 കിടപ്പുണ്ട്, മെയ്ക്ക് നേർക്ക് 2 എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ആദ്യത്തെ മാസം ഏപ്രിൽ, രണ്ടാമത്തെ മാസം എന്താണ് മെയ്, അങ്ങനെ പോയി 9ാമത്തെ മാസമായി ഡിസംബർ, 10th മന്ത് എന്ന് പറയുന്നത് ജനുവരി, 11th ഫെബ്രുവരി, 12th മാർച്ച്. ആ രീതിയിലാണ് നമ്മൾക്ക് ഫിനാൻഷ്യൽ പീരിയഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സാമ്പത്തിക വർഷത്തിന്റെ കലണ്ടർ അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അതൊക്കെയാണ്. അപ്പോ ഡേയ്സ് കൺഫ്യൂഷനിലാന്ന് വിചാരിക്കുന്നു. ഒരു മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ട്? പീരിയഡ് എന്ന് പറയുന്നത് നമ്മൾ ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഏപ്രിൽ 1ാമത്തെ പീരിയഡ്, മാർച്ച് അവസാനത്തെ പീരിയഡ്. ഇനി കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് ഇത്, ഇയർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യം കിടപ്പുണ്ട്. ഇവിടെയൊക്കെ 0 ആണ്, ഇവിടെയൊക്കെ -1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ നമ്മൾ SAPയിലേക്ക് ഫില്ല് ചെയ്യണം. ഇനി ഇത് ഫില്ല് ചെയ്യാനായിട്ട് ഇന്നലെ നിങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ടതുപോലെ ഒന്നില്ലെങ്കിൽ ഞാൻ PDF കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ അത് നോക്കിയിട്ട് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഞാനിത് എക്സൽ അയച്ചു തരാം. കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും. ഓക്കെ, ഞാൻ രണ്ടും അയച്ചു തരാം, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഓക്കെ, അതായത് ഇവിടെ ഇയർ ഷിഫ്റ്റ് എന്ന് പറയുന്ന കാര്യം -1 എന്ന് കിടക്കാൻ റീസൺ, ഓക്കെ, നിലവിലെ ഇന്ത്യയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം. നിലവിലത്തെ സാമ്പത്തിക വർഷം ഏപ്രിൽ 2024 സ്റ്റാർട്ട് ചെയ്തു. അതായത് നമ്മളിപ്പോ മെയ്യിലാണ് നിൽക്കുന്നത്. നിലവിലിപ്പോ 2024-25 സാമ്പത്തിക വർഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് അവസാനിക്കുന്നത് മാർച്ച് 2025 അവസാനിക്കുന്നത്. 24 തുടങ്ങിയിട്ട് 25 അവസാനിക്കും. അപ്പോ ആ രീതിയിൽ നോക്കുമ്പോൾ ഫിസ്ക്കൽ ഇയർ എന്ന് പറയുന്നത് 2024. അതായത് ഇവിടെ ഫിസ്ക്കൽ ഇയർ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത് 24 എന്ന് പറഞ്ഞ വർഷമാണ് ഫിസ്ക്കൽ ഇയർ. ഇനി അതിന്റെ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഏറ്റവും കൂടുതൽ മാസങ്ങൾ ഏത് വർഷത്തിലാണ് നോക്കാം. അതായത് ഇപ്പോ നമ്മളൊരു പുതിയ ഷീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് ഇപ്പൊ ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യും, ജാനുവരി അല്ല, നമുക്ക് ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യും, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, പിന്നെ നെക്സ്റ്റ് മാർച്ച് ആകുമ്പോഴേക്കും അത് അവസാനിക്കും. ഓക്കെ, അപ്പോ ഈ ഒരു വർഷത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2024 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസംബർ വരെ 2024, ഇനി ജനുവരി 2025, മാർച്ച് വരെ 2025. അപ്പോൾ ഇന്ത്യയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് സാമ്പത്തിക വർഷം ഫോളോ ചെയ്യുന്ന കുറച്ച് രാജ്യങ്ങളുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. കുറച്ച് മാസങ്ങൾ ഒരു വർഷത്തിലും കുറച്ച് മാസങ്ങൾ വേറൊരു വർഷത്തിലും ആയിരിക്കും. അതായത് ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ റണ്ണിങ് സാമ്പത്തിക വർഷമാണ് ഇത്. കുറച്ച് മാസങ്ങൾ 2024, കുറച്ച് മാസങ്ങൾ 2025. ഓക്കെ, അപ്പോ മന്ത്സ് ഇൻ 2024 എന്ന് നോക്കുമ്പോൾ 2024 ടോട്ടല് 9 മാസം. മന്ത്സ് ഇൻ 2025 എന്ന് നോക്കുമ്പോൾ 3 മാസം. ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്യുമ്പോഴാണ് നമുക്ക് 12 മാസങ്ങൾ കിട്ടുന്നത്.
ഓക്കെ, അപ്പോ ഇതിൽ ഏറ്റവും കൂടുതൽ മാസമുള്ളത് ഏത് വർഷത്തിലാണ് നോക്കാം? 2024. അതിനെയാണ് ഫിസിക്കൽ ഇയർ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ മാസങ്ങളുള്ള വർഷം, അതാണ് ഫിസിക്കൽ ഇയർ. ഇനി SAP-യിൽ നമ്മൾ പോകുമ്പോൾ പല സ്ഥലങ്ങളിലും ഫിസിക്കൽ ഇയർ എന്താണ് അല്ലെങ്കിൽ ഫിസിക്കൽ ഇയർ ചോദിക്കും. ഫിസിക്കൽ ഇയർ എന്ന് ഉദ്ദേശിച്ചത് നമ്മൾക്ക് ഇന്നിപ്പോ, അതായത് നിങ്ങളുടെ കോഴ്സ് പറഞ്ഞ 3 മാസം അല്ലെങ്കിൽ അടുത്ത മാസം ആകുമ്പോഴേക്കും SAP തീരും. അപ്പൊ നിങ്ങളുടെ ഫിസിക്കൽ ഇയർ എന്ന് പറയുന്നത് 2024 ആണ്. നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ വർഷം മാറുന്നതിനനുസരിച്ച് ഫിസിക്കൽ ഇയർ മാറിക്കൊണ്ടിരിക്കും. നിലവിൽ ഇപ്പൊ നമ്മൾ 2024 ഫിസിക്കൽ ഇയറിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോ അതാണ് ഫിസിക്കൽ ഇയർ എന്ന് പറയുന്നത്. ഇനി ഫിസിക്കൽ ഇയർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ഇയർ ഷിഫ്റ്റ് വരുന്നത്. അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് 2025 വരുന്നത്. അപ്പോ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ആ ഒരു വർഷങ്ങളെ നമ്മൾ ഫിസിക്കൽ ഇയർ 2024 പുറകിലേക്ക് ആഡ് ചെയ്യും. അതായത് നേരത്തെ ഈ ഒരു ഇത് നോക്കിയപ്പോ 2025 3 മാസങ്ങളെ നമ്മള് 2024 ഫിസിക്കൽ ഇയറിലേക്ക് ആഡ് ബാക്ക് ആണ് ചെയ്യുന്നത്, പുറകിലേക്ക് ആഡ് ചെയ്യുന്നു. കാര്യം ഇത് 2025 25 3 മാസങ്ങളാണെങ്കിലും നമ്മൾ അതിനെ 2024 എന്ന് പറഞ്ഞ വർഷത്തിലേക്ക് പുറകിലേക്ക് കൊണ്ടുവരുന്നു, പുറകിലേക്ക്. അപ്പോ അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ആ ഒരു ഞാനിവിടെ പ്രിപ്പയർ ചെയ്ത ആ ഒരു എക്സൽ നോക്കിക്കഴിഞ്ഞാൽ ഇയർ ഷിഫ്റ്റ് ഇതിനൊക്കെ 0 ആണ്. 3 മാസത്തിന് മാത്രം -1 കിടക്കുന്നുണ്ട്. റീസൺ എന്താന്ന് വെച്ചാൽ ആ 3 മാസങ്ങളെ പുറകിലത്തെ വർഷമായ 2024 ആഡ് ബാക്ക് ചെയ്യുന്നു, പുറകിലേക്ക് ആഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അവിടെ ഈ ഒരു -1 വന്ന് കിടക്കുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു ഇയർ ഷിഫ്റ്റിന്റെ മീനിങ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡാറ്റാബേസിനനുസരിച്ചാണ് നിങ്ങൾ സിസ്റ്റം അല്ലെങ്കിൽ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫിസിക്കൽ ഇയർ വേരിയന്റ് കോൺഫിഗറേഷൻ should be added based on the following table. ഓക്കെ, ഈ ടേബിള് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇതിൽ തന്നിട്ടുള്ളത്. അപ്പൊ അത് നോക്കാം. ഇത് വെച്ചിട്ടാണ് നമ്മൾ സിസ്റ്റത്തിൽ ചെയ്യുന്നത്. ഇനി SAP-യിൽ ചെയ്യുമ്പോൾ ഈ ഒരു കലണ്ടർ മന്ത്സ് എന്നുള്ള കാര്യം ഇതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് അതിനൊന്ന് ഹൈഡ് ചെയ്യണം. ഓക്കെ, ടി കോഡ് ഇതാണ് കേട്ടോ, OB29. അപ്പൊ സ്റ്റെപ്പ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. OB29 ചെയ്യേണ്ട കാര്യങ്ങൾ എക്സിക്യൂട്ട് ടി കോഡ് OB29. ഓക്കെ, ഈ സ്ക്രീൻ നോക്കാം. ഇതാണ് OB29 വിൻഡോ. ഈ OB29 വിൻഡോയിലാണ് നമ്മൾ നമ്മുടെ കമ്പനിയുടെ സാമ്പത്തിക വർഷം സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇനി ഇതില് മറ്റു ആൾക്കാരുടെ ഫിനാൻഷ്യൽ പീരിയഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ഫിനാൻഷ്യൽ പീരിയഡ് ഉണ്ടാക്കുന്നു. സോ സാധാരണ ചെയ്യുന്ന പോലെ ന്യൂ എൻട്രീസ് അടിക്കാം. ന്യൂ എൻട്രീസ്, ഇവിടെ ന്യൂ എൻട്രീസ് ക്ലിക്ക് ചെയ്യാം. ഒരു ബ്ലാങ്ക് പേജ് വരും. ഇനി ഈ ഒരു സ്ക്രീനിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 ഡിജിറ്റ് ഉള്ള കോഡാണ് കൊടുക്കേണ്ടത്. 2 ഡിജിറ്റിന്റെ കീ കോമ്പിനേഷൻസ് മാക്സിമം വേറെ ആരെങ്കിലും ഒക്കെ എടുത്തിട്ടുണ്ടാവും. അതായത് 2 ഡിജിറ്റ് കൊടുക്കാൻ പറ്റുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ നോക്കുമ്പോൾ 01 എന്നുള്ള കോഡ് കിടപ്പുണ്ട്. അപ്പൊ 02 എന്നുള്ള കോഡില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ 02 എന്നുള്ള കോഡ് യൂസ് ചെയ്യാം. ഇനിയിപ്പോ ഹാഷ് എന്നുള്ള കോഡ് കിടപ്പുണ്ട്. #1 എന്നുള്ള കോഡ് കാണുന്നില്ല. ഓക്കെ, അപ്പൊ #1 എന്നുള്ള കോഡ് യൂസ് ചെയ്യാം. ഇനിയിപ്പോ ഹാഷിമിന് വേണമെങ്കിൽ #m വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഓർക്കാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോ അങ്ങനെ
നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ് കൊടുക്കുക. പക്ഷെ ഇതിപ്പോ നോക്കുക, സ്റ്റാർ എ കിടപ്പുണ്ട്. സോ ഞാനിപ്പോ കൊടുക്കുന്ന കോഡ് സ്റ്റാർ എ ആണെങ്കിൽ കണ്ടോ, സിസ്റ്റം ആ ഒരു എറർ കാണിക്കും. ആ കോഡ് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ കാണിക്കുന്ന എറർ വേറെയാണ്, പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന എറർ ഡ്യൂപ്ലിക്കേഷൻ എന്നുള്ള എറർ ആയിരിക്കും. ഒരേ കോഡ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ആദ്യം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക ഏത് കോഡാണ് കൊടുക്കാൻ പറ്റുന്നത്. അത് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പൊ തൽക്കാലം ഞാനിവിടെ കൊടുക്കുന്നത് #1 ആണ് കൊടുക്കുന്നത്. നോക്കട്ടെ. അപ്പോ #1 ഡിസ്ക്രിപ്ഷൻ DDRC ഫിസിക്കൽ എന്ന് കൊടുക്കുകയാണ്. DDRC ഫിസിക്കൽ ഇയർ എന്ന് കൊടുത്തു. ഇനി നെക്സ്റ്റ് നമ്പർ ഓഫ് പോസ്റ്റിംഗ് പീരിയഡ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് കിടപ്പുണ്ട്. എത്ര സാമ്പത്തിക വർഷങ്ങളുണ്ട്, എത്ര മാസങ്ങളുണ്ട്, അതാണ് 12 മാസങ്ങൾ. ഇനി നമ്പർ ഓഫ് സ്പെഷ്യൽ പീരിയഡ്സ് എന്ന് പറയുന്ന ഒരു ഫീൽഡും കൂടിയുണ്ട്. അതായത് 12 മാസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഗ്രേസ് എന്തെങ്കിലും ഉണ്ടാവും. ചിലപ്പോൾ ഒരു 3 മാസം കൂടി നമ്മൾ 2024 ട്രാൻസാക്ഷൻസ് എഴുതാം. അതായത് ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. 2025 3 മാസമാണ് ശരിക്കും പറഞ്ഞാൽ 2024 ഫിസിക്കൽ ഇയറിൽ വരുന്നത്. നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഒരു 3 മാസം കൂടി കടമെടുക്കാം. അതായത് 2025 3 എക്സ്ട്രാ മാസങ്ങളിൽ കൂടി 2024 ട്രാൻസാക്ഷൻസ് എഴുതാൻ സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്യാം. അതിനെയാണ് സ്പെഷ്യൽ പീരിയഡ് എന്ന് പറയുന്നത്. സാധാരണ 12 മാസം എക്സ്ട്രാ എന്തെങ്കിലും പീരിയഡ് ഉണ്ടോ, അതായത് അടുത്ത വർഷത്തിൽ നിന്ന് എന്തെങ്കിലും കടമെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ സ്പെഷ്യൽ പീരിയഡ് എന്ന് പറയുന്നത്. അപ്പോ ന്യൂ എൻട്രീസ് കൊടുത്തു കഴിഞ്ഞിട്ട് ആദ്യം ഒരു കോഡ് കൊടുക്കുക, പീരിയഡ് കൊടുക്കുക, സ്പെസിഫൈ കോഡ് ആൻഡ് പീരിയഡ് ഡാറ്റ. അത് കഴിഞ്ഞിട്ട് സേവ് ചെയ്യാം. കോഡും പീരിയഡ് ഡാറ്റയും കൊടുത്തിട്ട് സേവ് ചെയ്യാം. സേവ് ആയി. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഫിസിക്കൽ ഇയർ വേരിയന്റിനെ റോ വൈസ് ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ഫോൾഡർ കിടപ്പുണ്ട്, അതാണ് പീരിയഡ്സ് ഫോൾഡർ എന്ന് പറയുന്നത്. ആ പീരിയഡ്സ് ഫോൾഡർ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ചെയ്യേണ്ട കാര്യം സെലക്ട് യുവർ വേരിയന്റ് റോ വൈസ് and double click periods folder. Okay, വേരിയന്റ് സെലക്ട് ചെയ്യുക. ഇടത്തെ സൈഡിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ആവും. ഇവിടെ പീരിയഡ്സ് എന്നുള്ള ഫോൾഡർ ഉണ്ട്, അതിനെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അത് ഓപ്പൺ ആയിട്ട് വരും. ഇനി ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ന്യൂ എൻട്രീസ് ക്ലിക്ക് ചെയ്യാം. സോ ക്ലിക്ക് new entries and enter your period data. Okay, അതായത് ന്യൂ എൻട്രീസ് ക്ലിക്ക് ചെയ്യാം. ന്യൂ എൻട്രീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ക്രീൻ ബ്ലാങ്ക് ആയിട്ട് വരും. ബ്ലാങ്ക് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പീരിയഡ് ഡാറ്റ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. പീരിയഡ് ഡാറ്റ എന്ന് പറയുന്നത് ഈ എക്സൽ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് കാര്യം കഴിയും. ജസ്റ്റ് കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം, സേവ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം തീർന്നു. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യാം, നിങ്ങൾക്ക് ഏതാന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് സേവ് ചെയ്യാൻ മറക്കരുത്. സേവ് ദ സ്ക്രീൻ. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മുടെ കമ്പനിയുടെ സാമ്പത്തിക വർഷം സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഫീൽഡ് സ്റ്റാറ്റസ് ഫിസിക്കൽ ഇയർ വേരിയന്റ് കോഡാണ്. ഈ കോഡും നോട്ട് ചെയ്ത് വെക്കാം. ഉണ്ടാക്കുന്ന കോഡുകളൊക്കെ അപ്പൊ തന്നെ എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളൂ. PDF അയച്ചു തരാം. നിങ്ങൾ എന്നാ ബ്രേക്ക് എടുക്കാനുള്ള ഒരു ബ്രേക്ക് എടുത്തോ, അല്ലാത്തവര് ലാബിലേക്ക് പോകും.